സെൻകോ ഗോൾഡ് എന്ന ഓഹരികൾ 3% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? സാധാരണയായി റിസൾട്ട് വന്ന കമ്പനികൾ റീറ്റെയിൽ നിക്ഷേപകർ കൂടുതൽ താല്പര്യം കാണിക്കാറുണ്ട്. പലരും ട്രേഡ് എടുക്കുന്നതൊക്കെ ഇത്തരം ന്യൂസ് ബേസ്ഡ് ആയിട്ടാണല്ലോ. ഒരു കമ്പനി നല്ല റിസൾട്ട് അനൗൺസ് ചെയ്യുമ്പോൾ ആ ഓഹരി വാങ്ങുന്നതിനുള്ള താല്പര്യം കൂടുകയാണ് പതിവ്. എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. അതിനുദാഹരണമാണ് സെൻകോ. കാരണം മാർച്ച് പാദത്തിൽ കമ്പനിയുടെ അറ്റാദായം 157 കോടി രൂപയായി റിപ്പോർട്ട് ചെയ്തിട്ടും ഓഹരി വിലയിൽ ഈ ഇടിവുണ്ടായി. മുൻ വർഷം ഇതേ കാലയളവിൽ 62.4 കോടി രൂപയിൽ നിന്ന് 151% എന്ന വൻ വർധനവാണ് ലാഭത്തിൽ രേഖപ്പെടുത്തിയത്. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വരുമാനം 1996 കോടി രൂപയാണ്. ഇത് മുൻ വർഷത്തെ 1377 കോടി രൂപയേക്കാൾ 45% കൂടുതലാണ്. കമ്പനിയുടെ എബിഡ മാർജിനും മികച്ച പുരോഗതിയാണ് ഉണ്ടായത്. മുൻ വർഷത്തെ 9.2% നിന്ന് 480 ബേസിസ് പോയിന്റ് വർദ്ധിച്ച് 13.7% ഉയർന്നു. കമ്പനി 25% എന്ന വളർച്ചയാണ് ഗൈഡൻസ് നൽകിയിരുന്നത്. അത് മറികടക്കുകയും 33% വാർഷിക വളർച്ച കൈവരിക്കുകയും ചെയ്തു. ഇത് ബ്രാൻഡിന്റെ സ്ഥാനവും വിശ്വസ്തരായ ഉപഭോക്താക്കളെയും പ്രതിഫലിക്കുന്നുവെന്ന് കമ്പനി അറിയിച്ചു. ഈസ്റ്റ് ഇന്ത്യക്ക് പുറത്തുള്ള വരുമാനം 1600 കോടി രൂപയും പിന്നിട്ടു. കമ്പനിയുടെ ഷോറൂം ശൃംഖല 201 ഔട്ട്ലെറ്റുകളായി വർദ്ധിച്ചു. ഇതിൽ 102 കമ്പനി ഉടമസ്ഥതയിലുള്ള ഷോറൂമുകളും 85 ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകളും 12 സെന്നസ് ഷോറൂമുകളും ദുബായിലെ 2 സ്റ്റോറുകളും ഉൾപ്പെടുന്നു. 2026 സാമ്പത്തിക വർഷത്തിൽ 6 കോക്കോ ഔട്ട്ലെറ്റുകളും 14 ഫ്രാഞ്ചൈസി സ്റ്റോറുകളും 6 സെന്നസ് ഔട്ട്ലെറ്റുകളും ഉൾപ്പെടെ 26 പുതിയ ഷോറൂമുകൾ കമ്പനി ആഡ് ചെയ്തിരുന്നു. 4ാം പാദത്തിൽ മാത്രം 2 ഫ്രാഞ്ചൈസി സ്റ്റോറുകളും 1 കമ്പനി ഔട്ട്ലെറ്റും 4 സെന്നസ് ഷോറൂമുകളും ഉൾപ്പെടെ 7 പുതിയ ഷോറൂമുകളാണ് ആരംഭിച്ചത്. ശരാശരി സ്വർണ്ണവില മുൻ വർഷത്തെ അപേക്ഷിച്ച് 79%, മുൻ പാദത്തെ അപേക്ഷിച്ച് 20% വർദ്ധിച്ച് 10 ഗ്രാമിന് 1,69,403 രൂപ എന്ന റെക്കോർഡ് നിലവാരത്തിലെത്തിയിരുന്നു. അതിനാൽ ഇത് വിൽപ്പനയുടെ അളവിനെ ബാധിച്ചിട്ടുണ്ട്. വിലയിലുണ്ടായ ഈ കുത്തനെയുള്ള വർധനവ് കാരണം 2026 സാമ്പത്തിക വർഷത്തിൽ സ്വർണത്തിന്റെ അളവിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏകദേശം 6% ഇടിവുണ്ടായി. ആവറേജ് ട്രേഡിംഗ് വോളിയം മുൻ വർഷത്തെ അപേക്ഷിച്ച് 30% വർദ്ധിച്ച് 95,100 രൂപയായും ശരാശരി വിൽപ്പന വില 29% വർദ്ധിച്ച് 62,200 രൂപയായും ഉയർന്നു. റിസൾട്ട് വിലയിരുത്തുമ്പോൾ നല്ല നമ്പേഴ്സ്, പക്ഷെ ഒരു സെല്ലിംഗ് പ്രഷറാണ് ഓഹരിയിൽ കണ്ടത്. ഇനി നമുക്ക് ഫണ്ടമെന്റലി ഉള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ കമ്പനി അത്യാവശ്യം നല്ല കരുത്തിലാണ് നിൽക്കുന്നതെന്ന് കാണാം. വിപണിയിലെ മറ്റ് ആഭരണ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ സെൻകോയുടെ ഓഹരി വില ഇപ്പോൾ അല്പം കുറഞ്ഞ നിലവാരത്തിലാണ് ലഭ്യമാകുന്നത്. അതായത് ഇതിന്റെ PE അനുപാതം 9.67 ടൈംസ് ആണ്. അതേസമയം ഈ മേഖലയിലെ മറ്റ് കമ്പനികളുടേത് ശരാശരി 18.1 ആണ്. ഇത് നിക്ഷേപകർക്ക് നല്ലൊരു സൂചനയാണ്. കൂടാതെ കമ്പനിയുടെ വളർച്ചാ സാധ്യതകൾ വെച്ച് നോക്കുമ്പോൾ 0.18 എന്ന കുറഞ്ഞ പെഗ് റേഷ്യോ വ്യക്തമാക്കുന്നത് ഭാവിയിലെ ലാഭത്തിനനുസരിച്ചുള്ള വില ഇപ്പോഴത്തെ ഓഹരി വിലയിൽ വന്നിട്ടില്ല എന്നതാണ്. ലളിതമായി പറഞ്ഞാൽ നല്ല മൂല്യമുള്ള ഒരു ഓഹരി ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ കിട്ടുന്ന പോലെയാണിത്. കമ്പനിയുടെ ലാഭക്ഷമത പരിശോധിച്ചാലും സ്ഥിതി മോശമൊന്നുമല്ല. ഓഹരി ഉടമകളുടെ പണത്തിന്മേൽ കമ്പനി എത്രത്തോളം ലാഭം ഉണ്ടാക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ROE 25%, ROC 20% എന്നിവ വളരെ മികച്ച നിലവാരത്തിലാണ്. സാധാരണ 20%-ന് മുകളിൽ ഈ കണക്കുകൾ വരുന്നത് കമ്പനിയുടെ മികച്ച പ്രവർത്തനക്ഷമതയുടെ ലക്ഷണമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വിൽപ്പനയിൽ 25%-ഓളം, ലാഭത്തിൽ 56%-ലധികം വളർച്ച നേടാൻ സെൻകോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയ കാര്യമല്ല. എങ്കിലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കമ്പനിയുടെ കടബാധ്യത ഇക്വിറ്റിയേക്കാൾ അല്പം കൂടുതലാണ്. ഡെറ്റ് ടു ഇക്വിറ്റി 1.07 ആണ്. സാധാരണ ഇത് 1-ൽ താഴെ നിൽക്കുന്നതാണ് കൂടുതൽ സുരക്ഷിതം. പക്ഷെ സ്വർണ്ണ കച്ചവടം പോലെ വലിയ തോതിൽ സ്റ്റോക്ക് സൂക്ഷിക്കേണ്ടി വരുന്ന ബിസിനസ്സുകളിൽ ഇത് വലിയ ആശങ്കയ്ക്കുള്ള വക നൽകുന്നില്ല. മാത്രമല്ല പലിശ തിരിച്ചടയ്ക്കാനുള്ള ശേഷി അഥവാ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കമ്പനിക്ക് കൃത്യമായി ഉണ്ട്. ചുരുക്കത്തിൽ കടത്തിന്റെ കാര്യം ഒന്ന് നിരീക്ഷിച്ചാൽ ദീർഘകാല നിക്ഷേപകർക്ക് പരിഗണിക്കാൻ പറ്റിയ ശക്തമായ അടിത്തറയുള്ള ഒരു കമ്പനിയായി സെൻകോ ഗോൾഡിനെ കാണാൻ സാധിക്കും. സെൻകോ ഗോൾഡിന്റെ 2026 മാർച്ച് പാദത്തിലെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ കമ്പനി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. എന്നാൽ ഈ വളർച്ചാ നിരക്ക് സ്ഥിരമായി നിലനിർത്താൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുകൂടെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. ഇതിന് മുൻപാദങ്ങളിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. 2025 മാർച്ച് പാദത്തിലെ 62 കോടി രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണത്തെ 157 കോടി രൂപ അറ്റാദായം വൻ കുതിച്ചുചാട്ടം തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. എങ്കിലും തൊട്ടു മുൻപത്തെ ഡിസംബർ പാദത്തിൽ അറ്റാദായം 264 കോടി രൂപയായിരുന്നു. ഇതും ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്സവ സീസണായ ഡിസംബർ പാദത്തെ അപേക്ഷിച്ച് മാർച്ച് പാദത്തിൽ ലാഭം കുറയുന്നത് സ്വാഭാവികമാണെങ്കിലും ഇത് ബിസിനസ്സിലെ ഏറ്റക്കുറച്ചിലുകളെ കാണിക്കുന്നുണ്ട്. കമ്പനിയുടെ EPS സമാനമായ മാറ്റങ്ങൾ കാണാം.
2025 മാർച്ചിൽ 3.81 രൂപയായിരുന്ന EPS ഇത്തവണ 9.58 രൂപയായി ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഡിസംബർ പാദത്തിലെ 16 രൂപ എന്ന ഉയർന്ന നിരക്കിൽ നിന്നും ഇത് താഴേക്ക് വന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ മുൻ വർഷത്തെ 9% നിന്നും 14% വർദ്ധിച്ചത് കമ്പനിയുടെ പ്രവർത്തനക്ഷമത മെച്ചപ്പെട്ടതിനെ സൂചിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ വാർഷികാടിസ്ഥാനത്തിൽ കമ്പനി വലിയ വളർച്ച രേഖപ്പെടുത്തുന്നുണ്ടെങ്കിലും ഓരോ പാദത്തിലുമുള്ള പ്രകടനം കൂടി വിലയിരുത്തുമ്പോൾ മാത്രമേ ഈ മുന്നേറ്റം എത്രത്തോളം സുസ്ഥിരമാണെന്ന് നമുക്ക് കൃത്യമായി വിലയിരുത്താൻ സാധിക്കൂ. ഇനി 3 വർഷത്തെ കാര്യം നോക്കിയാലും വളരെ സ്ഥിരമായ ഒരു വളർച്ചാ പാതയിലാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. 2023 മാർച്ചിൽ 814 കോടി രൂപയായിട്ടുള്ള വരുമാനം ഓരോ വർഷവും പടിപടിയായി ഉയർന്ന് 2026 മാർച്ചിൽ 1997 കോടി രൂപയിലെത്തിയത് കമ്പനിയുടെ വിപണിയിലെ സ്വാധീനം വർദ്ധിക്കുന്നതിന്റെ തെളിവാണ്. ലാഭത്തിന്റെ കാര്യത്തിലും സമാനമായ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. 2023 26 കോടി രൂപയിൽ നിന്നും 2026 157 കോടി രൂപയിലേക്ക് ലാഭം വളർന്നിട്ടുണ്ട്. ഇതോടൊപ്പം EPS 2.33 രൂപയിൽ നിന്നും 9.58 രൂപയിലേക്ക് ഉയർന്നത് നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകുന്ന കാര്യവുമാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 8% നിന്നും 14% മെച്ചപ്പെട്ടത് കമ്പനി അതിന്റെ ചെലവുകൾ കൃത്യമായി നിയന്ത്രിക്കുകയും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് കാണിക്കുന്നു. ചുരുക്കത്തിൽ കൃത്യമായ ഇടവേളകളിൽ ഷോറൂമുകൾ വ്യാപിപ്പിച്ചും വിവാഹ സീസണുകളിലെ വർദ്ധിച്ച ഡിമാൻഡും വഴി കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ വരുമാനത്തിലും ലാഭത്തിലും ഏകദേശം ഇരട്ടിയിലധികം വളർച്ച കൈവരിക്കാൻ സെൻകോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സെൻകോ ഗോൾഡിന്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കണക്കുകൾ പരിശോധിച്ചാൽ കമ്പനി ഒരു മൾട്ടി ബാഗർ വളർച്ചയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. 2014 1318 കോടി രൂപയുടെ സെയിൽസ് പടിപടിയായി ഉയർന്ന് 2026 8430 കോടി രൂപയിലെത്തി നിൽക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ ലാഭത്തിലും വലിയ വർധനവുണ്ടായി. 2014 36 കോടി രൂപയിൽ നിന്ന് 2026 ആയപ്പോഴേക്കും 574 കോടി രൂപയായിട്ടാണ് വളർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് 2025 നിന്ന് 2026 എത്തുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 6% നിന്ന് 11%. ഇത് കമ്പനിയുടെ ലാഭക്ഷമതയിലെ വലിയ പുരോഗതിയെ കാണിക്കുന്നു. ഏർണിംഗ്സ് പെർ ഷെയർ 9.73 രൂപയിൽ നിന്നും 35 രൂപ എന്ന റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർന്നത് നിക്ഷേപകർക്ക് വലിയ നേട്ടമാണ്. ബിസിനസ് വിപുലീകരണത്തിന്റെ ഭാഗമായി പലിശ ഇനത്തിലുള്ള ചെലവുകൾ കൂടിയിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം മറികടക്കുന്ന തരത്തിൽ ലാഭം വർദ്ധിപ്പിക്കാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്താൽ വിൽപ്പനയിൽ 26% വാർഷിക വളർച്ചയും ലാഭത്തിൽ 56% വമ്പൻ വർധനവും കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മുന്നേറ്റം നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത കഴിഞ്ഞ 3 വർഷത്തെ കണക്കുകൾ അത് ശരിവെക്കുന്നുണ്ട്. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അവസാന 12 മാസത്തെ കണക്കാണ്. ഇതിൽ ലാഭം 261% എന്ന അവിശ്വസനീയമായ രീതിയിൽ കുതിച്ചുയർന്നിട്ടുണ്ട്. ഇതോടൊപ്പം ഓഹരി ഉടമകളുടെ പണത്തിന്മേൽ എത്രത്തോളം ലാഭം ഉണ്ടാക്കുന്നു എന്നതിന്റെ സൂചനയായ ROE കഴിഞ്ഞ വർഷം 26% ഉയർന്നതും ശ്രദ്ധേയമാണ്. ഇത്രയും കരുത്തുറ്റ അടിസ്ഥാന കണക്കുകൾ ഉണ്ടായിട്ടും ഓഹരി വില കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ 4% ഇടിവ് രേഖപ്പെടുത്തിയെന്നത് ഒരു വൈരുദ്ധ്യമായി തോന്നാം. എങ്കിലും കമ്പനിയുടെ ബിസിനസ്സിലുണ്ടാകുന്ന ഈ വമ്പിച്ച ലാഭ വളർച്ച വരും ദിവസങ്ങളിൽ ഓഹരി വിലയിലും പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി കമ്പനിയുടെ ക്യാഷ് ഫ്ലോ നോക്കാം. ഇവിടെ ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കമ്പനിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണമൊഴുക്ക് നെഗറ്റീവായിട്ടാണ് കാണപ്പെടുന്നത്. സ്വർണ്ണക്കട പോലെയുള്ള ബിസിനസ്സുകളിൽ പുതിയ ഷോറൂമുകൾ തുടങ്ങുമ്പോഴും സ്റ്റോക്ക് വലിയ തോതിൽ കൂട്ടുമ്പോഴും കൈവശമുള്ള പണം അതിനായി ചിലവാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കമ്പനി പുതിയ ഷോറൂമുകൾ തുടങ്ങുന്നതിനായി പണം നിക്ഷേപിക്കുന്നതിനേക്കാൾ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റിയും നെഗറ്റീവായി തുടരുന്നു. ഈ ആവശ്യങ്ങൾക്കായി കമ്പനി വായ്പകളെയും മറ്റും ആശ്രയിക്കുന്നതിനാൽ ഫൈനാൻസിംഗ് ആക്ടിവിറ്റി പോസിറ്റീവാണ്. ഫ്രീ ക്യാഷ് ഫ്ലോ നെഗറ്റീവ് ആണെന്നത് ഹ്രസ്വകാലത്തേക്ക് ഒരു വെല്ലുവിളിയായി തോന്നാമെങ്കിലും ബിസിനസ് വിപുലീകരണത്തിന്റെ ഭാഗമായുള്ള സ്വാഭാവികമായൊരു പ്രക്രിയയാണിത്. കമ്പനിയുടെ കടബാധ്യത ഈ ക്യാഷ് ഫ്ലോ സാഹചര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. വരും വർഷങ്ങളിൽ വിൽപ്പനയിൽ നിന്നുള്ള വരുമാനം കൂടുന്നതിനനുസരിച്ച് ഈ പണമൊഴുക്ക് പോസിറ്റീവ് ആകുമോ എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സെൻകോ ഗോൾഡിന്റെ കാര്യക്ഷമത അളക്കുന്ന മറ്റു ചില പ്രധാന റേഷ്യോസ് പരിശോധിച്ചാൽ കമ്പനി നേരിടുന്ന ചില വെല്ലുവിളികളും ഒപ്പം കൈവരിച്ച മുന്നേറ്റവും വ്യക്തമാകും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ആണ്. 2014 ഇത് 94 ദിവസമായിരുന്നത് 2026 259 ദിവസമായി വർദ്ധിച്ചിട്ടുണ്ട്. ഇതിന് പ്രധാന കാരണം ഇൻവെന്ററി ഡേയ്സ് 81 നിന്നും 286 ഉയർന്നതാണ്. അതായത് സ്വർണ്ണാഭരണങ്ങൾ സ്റ്റോക്ക് ചെയ്യുന്നതിനും അത് വിറ്റഴിച്ച് പണമാക്കി മാറ്റുന്നതിനും കൂടുതൽ സമയമെടുക്കുന്നുണ്ടെന്ന് സാരം. ജ്വല്ലറി ബിസിനസ്സിൽ കൂടുതൽ ഷോറൂമുകൾ തുറക്കുമ്പോൾ വലിയ തോതിൽ സ്റ്റോക്ക് സൂക്ഷിക്കേണ്ടി വരുന്നത് സ്വാഭാവികമാണെങ്കിലും ഇത്രയും ഉയർന്ന ഇൻവെന്ററി ഡേയ്സ് പ്രവർത്തന മൂലധനത്തെ ബാധിച്ചേക്കാം.
എങ്കിലും ആശ്വാസകരമായ കാര്യം ROCE കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലെ ഇടിവിന് ശേഷം 2026-ൽ 21% എന്ന മികച്ച നിലവാരത്തിലേക്ക് തിരിച്ചെത്തി എന്നതാണ്. ഇത് കമ്പനി അതിന്റെ മൂലധനം കൂടുതൽ ലാഭകരമായി വിനിയോഗിക്കാൻ തുടങ്ങുന്നു എന്നതിന്റെ സൂചനയാണ്. കമ്പനിക്ക് കിട്ടാനുള്ള പണം വെറും 10 ദിവസത്തിനുള്ളിൽ തിരികെ ലഭിക്കുന്നുണ്ട് എന്നത് ലിക്വിഡിറ്റി നിലനിർത്താൻ സഹായിക്കുന്നു. ചുരുക്കത്തിൽ സ്റ്റോക്ക് മാനേജ്മെന്റിലെ കാലതാമസം ഒരു വെല്ലുവിളിയാണെങ്കിലും ലാഭക്ഷമതയിലുണ്ടായ കുതിച്ചുചാട്ടം കമ്പനിയുടെ അടിസ്ഥാനപരമായ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. സെൻകോ ഗോൾഡിന്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ കമ്പനിയുടെ വളർച്ചയിൽ നിക്ഷേപകർക്കുള്ള ശക്തമായ വിശ്വാസം പ്രകടമാണ്. കമ്പനിയുടെ ഉടമസ്ഥരായിട്ടുള്ള പ്രൊമോട്ടർമാർ തങ്ങളുടെ വിഹിതം 64.49 നിലനിർത്തുന്നത് ശ്രദ്ധേയമാണ്. മുൻ പാദങ്ങളെ അപേക്ഷിച്ച് ഇതിൽ വന്ന നേരിയ വർധനവ് കമ്പനിയുടെ ഭാവിയിലുള്ള അവരുടെ ആത്മവിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിക്ഷേപ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് വിദേശ നിക്ഷേപകരുടെ വിഹിതം 7.6% ആയിരിക്കുമ്പോൾ തന്നെ ആഭ്യന്തര നിക്ഷേപകർ തങ്ങളുടെ വിഹിതം 12.61% ഉയർത്തിയത് പോസിറ്റീവായ ഒരു മാറ്റമാണ്. വലിയ മ്യൂച്വൽ ഫണ്ടുകളും ഇൻഷുറൻസ് കമ്പനികളും ഈ ഓഹരിയിൽ താല്പര്യം കാണിക്കുന്നു എന്നത് ഇതിന്റെ അടിത്തറ ഭദ്രമാണെന്ന് വ്യക്തമാക്കുന്നു. സാധാരണക്കാരായ നിക്ഷേപകരുടെ കൈവശം 15.29% ഓഹരികൾ മാത്രമാണുള്ളത്. ചുരുക്കത്തിൽ പ്രൊമോട്ടർമാരുടെയും സ്ഥാപന നിക്ഷേപകരുടെയും കൈവശം ഏകദേശം 85%-ഓളം ഓഹരികൾ ഉള്ളത് വിപണിയിലെ അനാവശ്യമായ ചാഞ്ചാട്ടങ്ങൾ കുറയ്ക്കാനും ഓഹരി മൂല്യം സുരക്ഷിതമായി തുടരാനും സഹായിക്കുന്നുണ്ട്. ടെക്നിക്കൽ നോക്കിയാൽ സെൻകോ ഗോൾഡ് ഇന്ന് 333 മുതൽ 353 രൂപ റേഞ്ചിലാണ് വ്യാപാരം നടത്തിയത്. മികച്ച സാമ്പത്തിക ഫലങ്ങൾ പുറത്തു വന്നിട്ടും ഓഹരി വില ഏകദേശം 4% ഇടിഞ്ഞ് 335 രൂപ നിലവാരത്തിലെത്തിയത് വിപണിയിലെ സെൽ ഓൺ ന്യൂസ് പ്രവണതയാണ് സൂചിപ്പിക്കുന്നത്. സാങ്കേതികമായി നോക്കിയാൽ 358-355 മേഖലയിൽ ശക്തമായ റെസിസ്റ്റൻസ് നേരിടുന്ന ഓഹരി ഇന്ന് 353 വരെ ഉയർന്നുവെങ്കിലും അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ താഴേക്ക് വന്നത് ഒരു ഫാൾസ് ബ്രേക്ക്ഔട്ടായി കണക്കാക്കാം. നിലവിൽ 333 രൂപ എന്ന നിലവാരം ഒരു പ്രധാന സപ്പോർട്ട് സോണായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇതിന് താഴെ ഓഹരി ക്ലോസ് ചെയ്താൽ 325-320 നിലവാരത്തിലേക്ക് കൂടുതൽ കറക്ഷൻ പ്രതീക്ഷിക്കാം. സൂചകങ്ങൾ പരിശോധിച്ചാൽ RSI 58 നിലവാരത്തിൽ തുടരുന്നത് ഓഹരി ഒരു ന്യൂട്രൽ ഘട്ടത്തിലാണെന്ന് കാണിക്കുന്നു. എന്നാൽ പിവറ്റ് പോയിന്റ് ആയ 355 താഴെ വ്യാപാരം നടക്കുന്നത് ഹ്രസ്വകാലത്തേക്ക് ഒരു ബെയറിഷ് സെന്റിമെന്റ്സ് നൽകുന്നുണ്ട്. നിലവിൽ ഓഹരി 20-ഡേ 50-ഡേ EMA എന്നിവയ്ക്ക് മുകളിൽ തുടരുന്നത് ഒരു ആശ്വാസമാണെങ്കിലും ഹ്രസ്വകാല നിക്ഷേപകർ 330 രൂപ നിലവാരത്തിൽ ഒരു സ്റ്റോപ്പ് ലോസ് കരുതുന്നത് നന്നായിരിക്കും. വരും ദിവസങ്ങളിൽ 355 രൂപയ്ക്ക് മുകളിൽ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായാൽ മാത്രമേ അടുത്ത ലക്ഷ്യമായ 370 രൂപയിലേക്ക് ഓഹരിക്ക് കുതിക്കാൻ സാധിക്കൂ. നിങ്ങളൊരു ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ ഹ്രസ്വകാലത്തെ വിലക്കുറവുകളെ കാര്യമാക്കേണ്ടതില്ല. ഓഹരിയെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഈ വളർച്ച നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്നത് വിലയിരുത്തുക. ശേഷം തീരുമാനമെടുക്കുന്നതാണ് ഉചിതം.